ഇതെന്താ വരയ്ക്കുന്നത്? മൗസ്. മൗസാ? എവിടെ? ആഹാ. മമ്മി മമ്മി എന്താ വച്ചേ? ഇന്ന് ടീച്ചർ തന്ന സീറ്റ് മാറ്റി. നീ വല്ല കുരുത്തക്കേട് കാണിച്ചാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കുട്ടികളുടെ സീറ്റ് മാറ്റി. എല്ലാ കുട്ടികളുടെയും സീറ്റ് മാറ്റിയെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി, നമ്മളുടെ സീറ്റ് ബാക്കിലേക്ക് ആകുന്നല്ലോ. അതെ, കുറച്ച് കുട്ടികൾ മുന്നിൽ, കുറച്ച് കുട്ടികൾ പിന്നിൽ, പിന്നെയും കുറച്ച് കുട്ടികൾ അതിൻ്റെയും പിന്നിൽ. അങ്ങനെ ആയിരുന്നില്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഇരിക്കുന്ന റൗണ്ടിലാണ്. റൗണ്ടിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വല്ലപ്പോഴൊക്കെ TV ന്യൂസ് കാണാം. എല്ലാ സ്കൂളിലും പുതിയ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പുതിയ പരിഷ്കാരം? അതെന്ത് പരിഷ്കാരം? സാധാരണ നന്നായി പഠിക്കുന്ന കുട്ടികളെ എപ്പോഴും ഫ്രണ്ട് സീറ്റിലല്ല ഇരുത്താറ്. പിന്നെ കുറുമ്പന്മാരായിട്ടുള്ള കുറച്ച് നോട്ടി ആയിട്ടുള്ള കുട്ടികളെ ബാക്കിലാണ് ഇരുത്താറ്. മമ്മീന്റെ സീറ്റ് എവിടെയായിരുന്നു? ഫ്രണ്ടിലെ ബാക്കിലാ? അതെ, എൻ്റെ സീറ്റ് ഏറ്റവും മുന്നിലായിരുന്നു. പഠിക്കാൻ മോശമായിരുന്ന ചന്ത ഏറ്റവും പിന്നിലും. ആ സിസ്റ്റം അങ്ങോട്ട് മൊത്തത്തിൽ മാറ്റാൻ പോവാ. പഠിക്കുന്നവര് പഠിക്കാത്തവരും എന്നുള്ളൊരു തരംതിരിവ് കുട്ടികളിൽ ഉണ്ടാവാൻ പാടില്ല. അത് അവരുടെ മാനസിക വളർച്ചയെ ബാധിക്കും. ഞങ്ങളുടെ ടീച്ചറും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ശ്രദ്ധ കിട്ടുന്ന രൂപത്തിൽ റാ പോലെ ഇരുത്തും. അപ്പോ ഫ്രണ്ട് ബെഞ്ചും ഇല്ല, ബാക്ക് ബെഞ്ചും ഇല്ല. അത് കൊള്ളാലോ. പക്ഷേ ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഇതുപോലെ ഇട്ട സ്ഥലം ഉണ്ടാവുമോ? അതിനുള്ള മാർഗങ്ങള് വേണ്ടപ്പെട്ടവര് കണ്ടെത്തിക്കോളും. എനിക്കിഷ്ടായി. ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോ എല്ലാം കുട്ടികളെ കാണാൻ പറ്റുമല്ലോ. ഏ